വെൽക്കം ടു ത്രെഡ് നീഡിൽ. ഇന്ന് ഒരു എ-ലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എ-ലൈൻ കുർത്തിയിൽ നമ്മൾ അടിയിൽ ഫ്രില്ല് വരുന്നൊരു മോഡലാണ്. സാധാരണ ഫ്രോക്ക് നെറ്റിലൊക്കെ നമ്മൾ കാണുന്ന ഒരു മോഡൽ. ഇത് മീഷോയിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്തി ഫാബ്രിക്കാണ്. ഒരു 3 മീറ്റർ തുണിയാണുള്ളത്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ചെസ്റ്റ് 36 വരുന്ന ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ലെങ്ത്ത് 48 ആണ് വരുന്നത്. അടിയിൽ ഫ്രില്ല് വരുന്നതുകൊണ്ട് തന്നെ താഴെ ലൂസ് ഞാൻ 36 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 36 ഇഞ്ചിൽ വീതി വരുന്ന 2 തുണി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പം 4 പീസ് 4 ഫോൾഡിലാണ് ഇപ്പോൾ തുണി കിടക്കുന്നത്. ഷോൾഡർ ഇവിടെ വന്നിരിക്കുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ചിൻ്റെ പകുതി 7.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതെ. ഇത് ലൂസ് ഫിറ്റായിട്ടാണ് കുർത്തി തയ്ക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം. സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് 1/2 ഇഞ്ച്. ഇവിടെ കൈ കുഴി വരുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് ആം ഹോൾ റൗണ്ട് ലൂസ് കുർത്തിയായിട്ട് തയ്ക്കുമ്പോൾ ഒരു 1 ഇഞ്ച് കൂട്ടിയിടുക. 1 ഇഞ്ച് കൂട്ടുമ്പം 17 ഇഞ്ച്. 17 ഇഞ്ച് പകുതി എന്ന് പറയുമ്പോൾ 8.5. അപ്പോൾ നമുക്കിവിടെ ആം ഹോൾ റൗണ്ട് 8.5 വരണം. അപ്പോൾ 8.5 വരാൻ വേണ്ടി എത്ര ലെങ്ത് ഇറക്കണം? സാധാരണ ചില ആൾക്കാർ ഷോൾഡർ 7.5 ഇഞ്ച് എടുക്കുമ്പോൾ ആം ഹോൾ 7.5 തന്നെ എടുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കറക്റ്റ് എത്രയാണോ നമ്മുടെ ആം ഹോൾ ഉള്ളത് അതെടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യാനായിട്ട് ഒരു 7 തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. ആദ്യം 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ ഞാൻ ഫ്രഞ്ച് കർവാണ് ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് കർവ് ഇല്ലാത്തവർ കൈ കൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരണം. ഫ്രഞ്ച് കർവ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു ചെറിയ ഗ്യാപ്പ് വരണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ഈ സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യാൻ വേണം. എന്നിട്ട് വേണം നമ്മൾ ഈ താഴെ ആം ഹോൾ വരയ്ക്കാനായിട്ട്. ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കണം. അതിന് ചെസ്റ്റും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 36 ഇഞ്ച് ചെസ്റ്റ് സൈസാണ്. 9 ഇഞ്ച് വരും. 9 ഇഞ്ചിൽ ഒരു 1/2 ഇഞ്ച് ലൂസിങ്ങും കൂടെ, ഒരു 1/2 അല്ലെങ്കിൽ 3/4 ഇഞ്ച് ലൂസിങ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ 9.5 കൊടുക്കുന്നത്. 9.5 ലൂസിങ്ങും 1.5 ഇഞ്ച് സീം അലവൻസും ആണ് കൊടുക്കുന്നത്. അന്നേരം ഈ ആം ഹോള് 17ന്റെ പകുതി 8.5 ഉണ്ടോ നമുക്ക് നോക്കണേ. 1/2 ഇഞ്ചിന് താഴെയാണ് നമ്മൾ നോക്കുന്നത്. 8.25 ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് 8.5 വേണം. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ താത്ത് നമ്മൾ വരയ്ക്കണം. 7 ഇഞ്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് വേണം ആം ഹോൾ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ 7.25 കൊടുക്കാം. 7.25 കൊടുത്തിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വീണ്ടും നമ്മളിത് ഒന്നേന്ന് വരയ്ക്കുക. അങ്ങനെ വരച്ച് നോക്കി തന്നെ ഈ ആം ഹോൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണ് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ കുറച്ചൊരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ മേളിൽ ഗ്യാപ്പ് വരണം. ഇവിടെ ഈ സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യണം. താഴെ ഈ ലൈനിൽ ടച്ച് ചെയ്യണം. ആ രീതിയിൽ ഫ്രഞ്ച് കർവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ചെറിയൊരു വ്യത്യാസമാണ് 4 ഇഞ്ച് വ്യത്യാസം മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മളത് മാറ്റിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. 8.5 ഇഞ്ചിന് ഒരു പോയിന്റ് കുറവുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. 8.5 ഇഞ്ച് ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണേ. വേസ്റ്റ് പോയിന്റ് 14 ഇഞ്ചാണ്. ഹിപ്പ് പോയിന്റ് ഞാനിവിടെ 21 ഇഞ്ചാണ് കൊടുക്കുന്നത്.
ലെങ്ത്ത് ഫുൾ ടോട്ടൽ ലെങ്ത്ത് 48 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ 8 ഇഞ്ച് ഫ്രില്ലാണ് കൊടുക്കുന്നത്. ബാക്കി 40 ഇഞ്ച്. 40 ഇഞ്ചിന് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്ത് 41 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് വേസ്റ്റ് ലൈനിൽ വേസ്റ്റ് 32 ആണ്. അപ്പോൾ 8 ഇഞ്ച്, 8 ഇഞ്ചിന് 1/2 ഇഞ്ച് ലൂസിങ്ങും കൂടെ ചേർത്തിട്ട് 8.5 കൊടുക്കുക. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഹിപ്പ് 41 ആണ്. അപ്പോൾ 10.25 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട്, ഹിപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതൊരു എ ലൈനായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. എ ലൈൻ കുർത്തിയാണല്ലോ, അപ്പോൾ ഹിപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ഒരു 11 ഇഞ്ച് ഹിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. താഴെ വരെ ഫുൾ 36 ഇഞ്ച് വീതിയിലാണ് ഞാൻ തുണി എടുത്തേക്കുന്നത്. 36 ഇഞ്ച് ലൂസ് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. 36, അതായത് ഒരു സൈഡ് 18 ഇഞ്ച് വരും, ടോട്ടൽ 36 വരും. ഒരു 2.5 ഇഞ്ച് മേലോട്ട് കയറ്റി മാർക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും താഴോട്ട്. ഒരു 2.5 ഇഞ്ച് മേലോട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഒരു ചെറിയ കർവ് കൊടുക്കാം, സൈഡ് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ആം ഹോൾ റൗണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്യണം. കുഴിച്ച് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഒരു 3/4 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 1 ഇഞ്ച് ആയാലും കൊടുക്കാൻ കുഴപ്പമില്ല. 3/4 ഇഞ്ചാണ്, അധികം ഷേപ്പ് ഇല്ല, നമ്മൾ ലൂസ് ഫിറ്റ് ആയതുകൊണ്ട് അധികം ഷേപ്പ് ആവാതിരിക്കാനാണ് 3/4 ഇഞ്ച് കൊടുത്തത്. ഈ സെൻറ്റർ പോയിന്റ് ഇത് തന്നെയാണ് സെയിം. അത് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് തന്നെ ഫ്രണ്ട് നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്ക് ലെങ്ത് ആണ് നോക്കുന്നത്. നെക്ക് ലെങ്ത്ത് ഇത് ഫ്രണ്ട് നെക്കിന് നമ്മൾ 5 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. 5 ഇഞ്ച് എന്ന് പറയുമ്പം തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 5.5 കൊടുക്കുന്നുണ്ട്. ഒരു നോർമൽ സ്ക്വയർ നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 5.5 3 ഇഞ്ച് വീതിയാണ്. നെക്ക് ഇപ്പോഴേ വെട്ടേണ്ട കാര്യമില്ല, ക്യാൻവാസ് കൊണ്ട് മറിച്ചടിച്ചിടാം. ഇതിനെപ്പോഴേ മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളേ. ബാക്ക് നെക്ക് 3 ഇഞ്ച് തന്നെ. ഇത് ബാക്ക് നെക്കാണ്. ഇത് ഇങ്ങനെ തുണി മടക്കി ഇടുമ്പോൾ നമുക്കത് വരയ്ക്കാനും കൂടെ എളുപ്പമുണ്ട് കേട്ടോ. കട്ട് ചെയ്തിടുമ്പോഴത്തേക്ക് ബാക്ക് നെക്ക് 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കം തന്നെ കൊടുക്കുന്നത്. റൗണ്ട് നെക്കായിട്ടാണ് കൊടുക്കുന്നത്. റൗണ്ട് നെക്കാണ്. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ട് വരച്ചു കൊടുക്കാം. ഞാനത് കുർത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും താണ്ട കൈക്കുഴിയും ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതോട്ട് മാറ്റി വെക്കാം. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നമുക്ക് ക്യാൻവാസ് വെച്ച് അടിച്ച് തിരിച്ചിടുക ചെയ്യുന്നത്. അപ്പം നെക്ക് കട്ട് ചെയ്യണ്ട. ഇനി ഇതിൻ്റെ ഫ്രില്ലും സ്ലീവ്സും നമുക്ക് കട്ട് ചെയ്യണം. ബാലൻസ് വന്നിട്ടുള്ള തുണി ഞാൻ താണ്ട് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 4ആയിട്ട് മടക്കിയിട്ട് വേറൊന്നുമല്ല, നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം മടക്കിയിട്ടതാണ്. അപ്പോൾ ഫ്രില്ല് 8 ഇഞ്ചാണ് ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ സീം അലവൻസ് കൂടെ കൂട്ടിയിട്ട് 9.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് തുണി എടുക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഫ്രില്ല് എടുക്കാനാണെങ്കിൽ 36ൻ്റെ ഇരട്ടി തുണി എടുക്കുക. നമ്മൾ നോർമൽ പ്ലേറ്റ്സ് ഇട്ട് തയ്ക്കുമ്പോൾ 36ൻ്റെ ഇരട്ടി തുണി എടുക്കുക. അതായത് ഇവിടെ 3 പീസ് തുണി ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. 3 പീസ് തുണി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഫ്രില്ലിന് വേണ്ടിയിട്ട്. അതായത് ഫുൾ വീതിയിൽ 3 പീസ് തുണി.
കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ 3 പീസ് തുണി നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. ബാക്കി ഇത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുവാണ്. ആം ഹോൾ റൗണ്ട് നമ്മൾ 17 എടുത്തിട്ടുള്ളത്. 17 എന്ന് പറയുമ്പോൾ പകുതി 8.5 ഇഞ്ച് വരും. ഇതാണ് ഓപ്പൺ സൈഡ്, ഇതാണ് ഫോൾഡഡ് സൈഡാണ് എൻ്റെ ഭാഗത്തേക്ക് ഇരിക്കുന്നത്. അതുപോലെ ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബൈസെപ്സ് അല്ലെങ്കിൽ കൈയിൻ്റെ അവിടെ, ഷോൾഡറിന് കുറച്ച് താഴെ കൈയിൻ്റെ അവിടെ എത്ര ലൂസ് ഉണ്ടെന്നും കൂടെ നമ്മൾ നോക്കണം. അത് 14 എനിക്ക് വരുന്നത്. ആം ഹോൾ റൗണ്ട് എത്രയാണോ നമ്മൾ കൂട്ടിയത്, 1 ഇഞ്ചാണ് കൂട്ടിയെടുത്ത്. അപ്പോൾ ആ സ്ലീവ് റൗണ്ടും 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. 14 എന്നുള്ളത് 15 എടുക്കുക. 15ൻ്റെ പകുതി 7.5. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ നമ്മൾ എത്ര ഡെപ്ത് എടുക്കണം എന്നുള്ളത് നോക്കുന്നത്. സ്ലീവ് റൗണ്ട് 7.5യും ആം ഹോൾ റൗണ്ട് 8.5യും കിട്ടണേ. അതെ, ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ആം ഹോൾ റൗണ്ട് നമുക്ക് 8.5യും കിട്ടുന്നുണ്ട്, സ്ലീവ് റൗണ്ട് 7.5യും കിട്ടുന്നുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കണ്ടോ? അല്ലാതെ വെറുതെ നമ്മളൊരു 3.5 ഇഞ്ച് ഡെപ്ത് ചുമ്മാ കുഴിക്കരുത്. ഇപ്പം ഇത് ഇത്ര ഉണ്ട്, കണ്ടോ? ഏകദേശം 5 ഇഞ്ച്, 4.25 ഇഞ്ച് ഡെപ്ത് വരുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കുക. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യുക. സ്ലീവ് ലെങ്ത് 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. മുകളിൽ മൊത്തം 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് 12.5. ഇത് 13 ഇഞ്ചോളം ഉണ്ട്. ഇത് 13 ഇഞ്ച് അങ്ങനെ കൊടുക്കുവാണ്. സ്ലീവ് റൗണ്ട് താഴത്ത് നമ്മുടെ ലൂസിങ് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. 11ൻ്റെ പകുതി 5.5 ഒരു കുറച്ച് ലൂസിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. താഴെ കുറച്ച് ഫ്രില്ല് വെച്ചിട്ട് സ്ലീവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസിങ് വേണം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുക. ബാക്കി ഇവിടെ നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് ഇടാനാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യണേ. ഫ്രണ്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീറ്റ്സോ അല്ലെങ്കിൽ ഇലാസ്റ്റിക്കോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെക്ക് ഞാനിവിടെ ക്യാൻവാസിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ 3 ഇഞ്ച് വീതിക്കും ഇത് ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിൽ 3 ഇഞ്ച് ഇറക്കത്തിനുമായിട്ട് ഞാൻ ഒരു പീസിനകത്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാം ബോഡി പീസിലേക്ക്. ആദ്യം ഫ്രണ്ട് പീസിൽ നെക്ക് അറ്റാച്ച് ചെയ്യാം. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ.
സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇത് നെക്കിൽ വെച്ച് തിരിച്ചിടാം. കുർത്തിയുടെ നല്ല ഭാഗവും നെക്കിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് വേണം ഇത് അടിച്ച് തിരിച്ചിടാൻ. ആദ്യം ഇതൊന്ന് സെൻറ്റർ നേരെയാക്കി വെക്കുക. ഒരു സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. താഴെ വരെ കൊടുക്കണമെന്നില്ല. മീനൊക്കെ കറക്റ്റായിട്ട് അടിച്ച് തിരിച്ചിടാം. ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ വേണേ അടിക്കാൻ. ക്യാൻവാസിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കയറി പോരുത്. ഇനി ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കോർണേഴ്സ് ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് തിരിച്ചിട്ട് അടിക്കുക. പതിച്ചടിക്കണമെന്ന് നിർബന്ധമില്ല ക്യാൻവാസ് ആയതുകൊണ്ട്. ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രണ്ട് നെക്ക് വരുന്നത് സിമ്പിൾ സ്ക്വയർ നെക്കാണ്. ഇനി ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം കട്ടിടാൻ. ഇനി ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗവും ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ നെക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്യും. ഷോൾഡർ വെട്ടി മാറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. തിരിച്ചിടാം. ഷോൾഡർ നമുക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് പുറത്തോട്ട് കാണാത്ത രീതിയിലാണ് കിട്ടിയേക്കുന്നത്. ഇനി ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നെക്ക് നമ്മൾ പതിച്ചടിച്ചെടുക്കണം. തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലേക്ക് വരുന്നത് പോലെ തുണി ഇട്ടിട്ട് വേണേൽ പതിച്ചടിക്കാൻ. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് പാർട്ട്. റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സ്ക്വയർ നെക്കാണ്. ബാക്കി ഇങ്ങനെ നിൽക്കുന്ന ഭാഗം, എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം, കൈത്തയ്യൽ തയ്ക്കാം. ഇനി സ്ലീവാണ്. അടിഭാഗം കൂട്ടി അടിച്ചെടുക്കണം. നമ്മളിവിടെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആറ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ബാക്കി ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ടത്. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. കുറച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എടുത്താലും കുഴപ്പമില്ല. 2 സ്ലീവ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അതേതാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോള്. അത് നോക്കിയിട്ട് ബോഡി പാർട്ടിലേക്ക് ജോയിൻറ്റ് ചെയ്യുക. ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണേ. ആദ്യം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബോഡി പാർട്ടിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സെക്കൻഡ് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഫ്രിൽസിനുള്ളത് ചെയ്യാം. ഫ്രിൽസിന് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫാബ്രിക് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം.
ഞാൻ പ്ലീറ്റ്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നൂല് ഇഴ കൂട്ടിയിട്ട് തയ്ച്ചിട്ട് വലിച്ച് ഗ്യാദേഴ്സ് ആക്കി എടുക്കാൻ അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ പ്ലീറ്റ്സ് ആണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. കട്ട് ചെയ്തെടുത്ത പീസസ് ഉണ്ട്, ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് 4 പീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. ഇത് 3 പീസേ ഉണ്ടായിരുന്നുള്ളൂ, തുണി അത്രയും നമുക്ക് തികഞ്ഞുള്ളൂ. അതുകൊണ്ട് പ്ലീറ്റ്സ് ചില സ്ഥലങ്ങളിൽ കുറച്ച് കുറവുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. തുണി കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പീസ് എടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഒരു സൈഡ് അളവിനനുസരിച്ച് നമ്മുടെ സീം അലവൻസ് അനുസരിച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കാം. കൈക്കുഴിയും കൈയും എല്ലാം കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ട് താഴേക്ക് വരുമ്പോൾ 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രിൽസ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ തയ്ച്ച് തുറന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ നല്ല ഭാഗത്താണ് ഫ്രിൽസ് വെച്ച് അടിക്കേണ്ടത്. ഫ്രിൽസിൻ്റെയും നല്ല ഭാഗം ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ ഫ്രിൽസ് കറക്റ്റ് അളവിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലീറ്റ് കുറച്ചൊന്ന് പൊട്ടിച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഗ്യാദേഴ്സ് മൊത്തത്തിൽ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത സൈഡ്, ഒരു സൈഡ് നമ്മൾ നേരത്തെ കൂട്ടി അടിച്ചതായിരുന്നു, ഈ അടുത്ത സൈഡും കൂടെ കൂട്ടിയടിക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഇതാണ് അന്നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്ത എ-ലൈൻ കുർത്തി. ഒരു സിമ്പിൾ എന്നാൽ നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നൊരു വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.
Sunshine.